പാലക്കാട് മണ്ണാർക്കാട് നബീസ കൊലക്കേസിൽ പ്രതികളായ ദമ്പതികൾക്ക് ജീവപര്യന്തം ശിക്ഷ. നബീസയുടെ പേരമകൻ ബഷീർ, ഭാര്യ ഫസീല എന്നിവർക്കാണ് മണ്ണാർക്കാട് കോടതി ജീവപര്യന്തവും 2 ലക്ഷം രൂപയും പിഴയും വിധിച്ചത്. നബീസയുടെ പേരമകൻ ബഷീർ, ഭാര്യ കണ്ടമംഗലം സ്വദേശിനി ഫസീല എന്നിവരെയാണ് പാലക്കാട് മണ്ണാർക്കാട് കോടതി ശിക്ഷിച്ചത്. പ്രതികൾക്ക് 2 ലക്ഷം രൂപ വീതം പിഴയും ചുമത്തിയിട്ടുണ്ട്. പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം, തെളിവ് നശിപ്പിക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ തെളിഞ്ഞതായി കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി നടപടി. 2016 ജൂൺ 24-നാണ് മണ്ണാർക്കാട് തോട്ടറ സ്വദേശിയായ നബീസയുടെ മൃതദേഹം ആര്യമ്പാവ് ഒറ്റപ്പാലം റോഡിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിനൊപ്പം കണ്ടെത്തിയ കത്താണ് കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. എഴുത്തും വായനയും അറിയാത്ത നബീസ എങ്ങനെ ആത്മഹത്യാക്കുറിപ്പെഴുതുമെന്ന സംശയമാണ് നബീസയുടെ പേരമകൻ ബഷീർ, ഭാര്യ ഫസീല എന്നിവരിലേക്ക് അന്വേഷണ സംഘത്തെ നയിച്ചത്. 2024 ജൂൺ 21-ന് നബീസയെ ബഷീർ താമസിക്കുന്ന മണ്ണാർക്കാട് നമ്പിയംകുന്നിലെ വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് റംസാൻ നോമ്പുകഞ്ഞിയിലും ചീരയിലും വിഷം കലർത്തി കൊല്ലാൻ ശ്രമിച്ചു. ഇത് ഫലം കാണാത്തതോടെ ബലം പ്രയോഗിച്ച് വിഷം കുടിപ്പിക്കുകയായിരുന്നു. മരിച്ചെന്ന് ഉറപ്പാക്കിയതോടെ മൃതദേഹം ഒരു ദിവസം വീട്ടിൽ സൂക്ഷിച്ചു. പിന്നീട് 23-ന് പുലർച്ചെ ബഷീറും ഫസീലയും മൃതദേഹം റോഡരികിൽ ഉപേക്ഷിക്കുകയായിരുന്നു. സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് ബഷീറിനെയും ഭാര്യയെയും വീട്ടിൽ നിന്ന് മുൻപ് പുറത്താക്കിയിരുന്നു. സ്വർണം മോഷ്ടിച്ചത് നബീസ ബന്ധുക്കളോടും മറ്റും പറഞ്ഞതിലുള്ള വൈരാഗ്യം കൊണ്ടും ബഷീറിന്റെ മാതാവിന്റെ സ്വർണം കാണാതായത് സംബന്ധിച്ചുള്ള സംശയങ്ങൾ പുറത്തുവരാതിരിക്കാനുമാണ് പ്രതികൾ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഭർതൃപിതാവ് മുഹമ്മദിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നേരത്തെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ഫസീല. 5 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയുമാണ് ആ കേസിൽ ശിക്ഷ ലഭിച്ചത്. ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ പിന്നീട് ജാമ്യത്തിലിറങ്ങുകയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, പാലക്കാട്.